നല്ല കുറുകുറാന്നിരിക്കുന്നതും എന്നാൽ ഒട്ടും തന്നെ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ക്യാരറ്റ് തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്യാരറ്റ് തൈര് ഉണ്ടാക്കാൻ ഞാൻ 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റും നമ്മുടെ ഈ പച്ചമുളകും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു വരാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രേറ്ററിൻ്റെ വലിയ സൈഡ് കൊണ്ട് ഗ്രേറ്റ് ചെയ്തും പച്ചമുളക് ഇതുപോലെ മുറിച്ചും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 250 ml തൈരാണ് കേട്ടോ. ഈ തൈര് നല്ലതായിട്ട് ലൂസായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. നല്ലതായിട്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തൈരൊക്കെ ഇവിടെ റെഡിയായിരിപ്പുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചാൽ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കറിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉലുവയും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവയും കടുകും എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളക് നന്നായിട്ട് നമ്മൾ പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയും അതും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാവേ. ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ക്യാരറ്റാണ് കേട്ടോ നമുക്കിനി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പച്ചമുളകും എല്ലാം സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ തീയൊക്കെ ഒന്ന് സിം ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ ക്യാരറ്റും ഇതുമെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ക്യാരറ്റ് ഒരുപാട് അങ്ങോട്ട് വഴന്നൊന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തീ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ മുളകിൻ്റെ ആ ഒരു എരിവൊക്കെ ക്യാരറ്റിലേക്ക് പിടിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് പിടിച്ചു വന്നപ്പോഴത്തേക്കും ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ ആ ഒരു കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടി ഒരു ലേശം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ ഒന്നും കൂടെ സോട്ട് ചെയ്തെടുക്കാം. ആ മഞ്ഞപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണവരെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ തൈരിനി ഒഴിക്കേണ്ടതാണ്. അപ്പോൾ അതിനെയും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ സോട്ടായി വരുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ എന്ന് എല്ലാ കൂട്ടുകാരും ഓർത്തേക്കണേ. നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ തൈര് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരുവിധം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിനകത്ത് മഞ്ഞളും ആ ടേസ്റ്റും ഒക്കെ ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് മൂടിയത് അപ്പം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും ഇതിനെ ഇവിടെ ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് തുറന്ന് നോക്കിയിട്ട് നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. നോക്കിയാൽ നമ്മുടെ കുറുകുറാന്നിരിക്കുന്ന ആ ക്യാരറ്റ് തൈര് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയാൽ പിന്നെയും നമുക്കിത് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അത്ര ടേസ്റ്റിയുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.